ലങ്കയുടെ രാജാവായിരുന്ന രാവണൻ വലിയ ശിവഭക്തനായിരുന്നു. അവൻ ഭഗവാൻ ശിവനെ സന്തോഷിപ്പിക്കാൻ കഠിനമായ തപസ് ചെയ്തു. വർഷങ്ങളോളം ചെയ്ത തപസ്സിയിൽ ശിവൻ സന്തോഷിച്ചു. രാവണന്റെ ആവശ്യം. രാവണൻ ചോദിച്ചത് വളരെ വലിയ ഒരു വരമായിരുന്നു. എനിക്ക് ആത്മലിംഗം വേണം. ആത്മലിംഗം ഉള്ളോൻ അജയ്യൻ, ഇൻവിൻസിബിൾ ആയിരിക്കും. ശിവൻ ഒരു നിബന്ധനയോടെ അത് നൽകി. ഇത് നിലത്തുവെച്ചാൽ വീണ്ടും എടുക്കാൻ പറ്റില്ല. ദേവന്മാരുടെ ഭയം. രാവണൻ ഇതുമായി ലങ്കയിലേക്ക് പോകുമ്പോൾ ദേവന്മാർ പേടിച്ചു. അവർ ഗണേശന്റെ സഹായം തേടി. ഗണേശന്റെ തന്ത്രം. ഗണേശൻ ഒരു ചെറിയ ബാലനായി മാറി. രാവണൻ സന്ധ്യാസമയത്ത് പൂജ ചെയ്യേണ്ടി വന്നപ്പോൾ അവൻ ബാലനോട് ആത്മലിംഗം കുറച്ചുനേരം പിടിക്കാമോ എന്ന് ചോദിച്ചു. ഗണേശൻ പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യം വിളിക്കും, വന്നില്ലെങ്കിൽ ഞാൻ ഇത് വയ്ക്കും. തിരിഞ്ഞു കിട്ടാത്തത്. രാവണൻ തിരികെ വരാൻ വൈകി. ഗണേശൻ 3 പ്രാവശ്യം വിളിച്ചു. ശേഷം ആത്മലിംഗം നിലത്തുവെച്ചു. അത് പിന്നെ ആരും മാറ്റാൻ പറ്റാത്ത വിധം പതിഞ്ഞു. ഗോകർണ ക്ഷേത്രം. അത് ഇന്ന് കർണാടകയിലെ ഗോകർ എന്ന സ്ഥലത്ത് പ്രസിദ്ധമായ ശിവക്ഷേത്രമായി നിലനിൽക്കുന്നു.